ഹലോ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു ഇജുവാലെ 2.0. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ +2 ഫൈനൽ എക്സാം എഴുതാൻ പോകുന്ന മാർച്ച് 2024 +2 ഫൈനൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കുമുള്ള ഒരു ഇൻഫോർമേഷൻ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ചുരുക്കി പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ പേടിപ്പിക്കാനുള്ള വീഡിയോ. കാരണം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഇനിയെങ്കിലും എങ്ങനെ പഠിക്കണം. ഇപ്പം ഇത്രയും എക്സാമുകൾ കഴിഞ്ഞു, ഇപ്പോൾ ക്രിസ്മസ് എക്സാം എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടി, ആൻസർ ഷീറ്റ് എല്ലാം കിട്ടി. കുറേ കുട്ടികൾക്കൊക്കെ എന്താ പറയുക, മാർക്ക് കുറവായിട്ടും കൂടുതലായിട്ടും നിങ്ങളത് കാര്യമാക്കിയിട്ടുണ്ടാവില്ല. കാരണം അത് ക്രിസ്മസ് എക്സാം അല്ലേ, അത് അങ്ങനെ തള്ളി കളഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഇനി വരാൻ പോകുന്ന ഈ 3 എക്സാമുകളും നിങ്ങൾക്ക് അങ്ങനെ കളയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരു എക്സാമിന് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്നുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ 50 ഡേയ്സ് ക്രാഷ് കോഴ്സ് ചെയ്യുന്നുണ്ട്. കൊമേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ടും സയൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടും. സയൻസ് കുട്ടികളുടെ ഡീറ്റെയിൽസ് നമ്പറും കൊമേഴ്സ് കുട്ടികളുടെ ഡീറ്റെയിൽസ് നമ്പറും മിസ് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. കാരണം നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് പോലെ നമുക്കിനി അധികം ദിവസമൊന്നുമില്ല. ഇന്ന് തന്നെ ജനുവരി 6 ആയി. ഇനി നമുക്ക് ഒരു 2 മാസം 2 മാസമൊന്നും ഇല്ല ആക്ച്വലി കേട്ടോ. ഇപ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ മോഡൽ എക്സാം വരും, ഫൈനൽ എക്സാം വരുന്നത് മാർച്ചിലാണ്. അതിൻ്റെ ഇടയിൽ ലാബ് ഉള്ള കുട്ടികളുണ്ട്, പ്രാക്ടിക്കൽസിന് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്, ലാബ് വർക്ക് ഉണ്ട് അവർക്ക്, അതേപോലെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാനുള്ളവരുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സൈഡിൽ നിങ്ങൾ ഒപ്പം +2ൻ്റെ വർക്കുകളും കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. ഇതിനിടയിൽ നിങ്ങൾ എവിടെ പഠിക്കുക? നിങ്ങൾക്ക് പഠിക്കണ്ടേ? നിങ്ങളുടെ ഫൈനൽ എക്സാമിനുള്ള ദിവസങ്ങളെല്ലാം അടുത്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത് എന്നുള്ള വീഡിയോ ആണിത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നിങ്ങളുടെ അറിവിലേക്ക് നമ്മുടെ ഫൈനൽ എക്സാമിൻ്റെ ഡേറ്റും ടൈമും ടൈം ടേബിളും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ +2 ഫൈനൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 1-ാം തീയതി, അതായത് 2-ാം തീയതി മുതലൊക്കെയാണ്. ഓക്കെ, മാർച്ച് 1 മുതൽ 26-ാം തീയതി വരെയാണ് നമ്മുടെ ഫൈനൽ എക്സാം. മോഡൽ എക്സാം എന്ന് പറയുന്നത് ഫെബ്രുവരി 15-നാണ് നമ്മൾ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി പ്രാക്ടിക്കൽസ് ഉള്ളവർക്ക് ജനുവരി 22-നും പ്രാക്ടിക്കൽസ് ഉണ്ട്. അപ്പോൾ ആദ്യം പ്രാക്ടിക്കൽ എക്സാം ഉള്ള കുട്ടികൾ എന്ത് ചെയ്യും? നിങ്ങൾ അവരെ അതാണ് നോക്കുക. അപ്പോൾ പ്രാക്ടിക്കൽ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മോഡൽ വന്നു, അത് കഴിഞ്ഞൊന്ന് ക്ഷീണം മാറുമ്പോഴേക്കും ആര് വന്നു? നമുക്കവിടെ ഫൈനൽ എക്സാം വന്നു. ഇതിൽ ഏത് എക്സാമാണ് നമുക്ക് മെയിൻ? ഈ ഒരു മാർച്ചിലെ ഫൈനൽ എക്സാം ആണ് മെയിൻ. ഈ പ്രാക്ടിക്കലും മെയിൻ തന്നെയാണ് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് എങ്ങനെ പഠിക്കാം, ഏതൊക്കെ രീതിയിൽ ഇനി പഠിക്കാം എന്നുള്ളത് നോക്കാം. നമുക്ക് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. നമ്മളൊന്ന് എന്താ പറയുക, ശരിക്കും നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കിയാൽ ഒരു 15 ഡേയ്സ് എന്ന് പറയുന്നത് ഇല്ല. കാരണം നമുക്ക് അവിടെ മോഡൽ എക്സാം ഒക്കെ ഇടയിൽ കയറി വരികയാണ്. അപ്പോൾ 50 ഡേയ്സ് എന്ന് പറയുന്നത് തന്നെ വളരെയധികം ഒരു തുച്ഛമായ ദിവസമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. കൊമേഴ്സ് കുട്ടികളെ സംബന്ധിച്ച് അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, സ്റ്റാറ്റി, മാത്സ്, ലാംഗ്വേജിന് പുറമെ അവർക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകളും ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അക്കൗണ്ടൻസി നമുക്ക് 10 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. പാർട്ട് 1-ൽ ഒരു 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. പാർട്ട് 2-ൽ AFS ആണെങ്കിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിലും അവർ നിങ്ങൾക്ക് ഒരു 6 ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ടുണ്ട്. അങ്ങനെ 10 ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ടുണ്ട്. ബിസിനസ് സ്റ്റഡീസ് 12 ചാപ്റ്റേഴ്സ്, അതിൽ 11 ചാപ്റ്റേഴ്സ് ആണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്. 11 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാണ്ട്, സ്കിപ്പിംഗ് പോർഷൻസ് ഒഴിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ദെൻ എക്കണോമിക്സിന് നമുക്ക് 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിലൊരു ചാപ്റ്റർ സ്കിപ്പിംഗ് ആണോ അല്ലയോ എന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് മൈക്രോയിലെ 6ാമത്തെ ചാപ്റ്റേഴ്സ് നമുക്ക് ഇല്ലയെന്നും പറയുന്നുണ്ട്, ഉണ്ടെന്നും പറയുന്നുണ്ട്. എന്നാലും നമുക്കൊരു 11 കൂട്ടി നോക്കാം. ഇത് പോരാതെ ഓപ്ഷണൽ സബ്ജക്റ്റുകളായ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, സ്റ്റാറ്റി, മാത്സ്, ഇനി പൊളിറ്റിക്കൽ സയൻസ് എടുത്തുള്ള കുട്ടികളുണ്ടാവാം. അതിലും പല ചാപ്റ്റേഴ്സ് ആണ് എണ്ണം. അതൊക്കെ പഠിക്കണം. ഇനി ഇംഗ്ലീഷും മലയാളം നമുക്ക് യൂണിറ്റ് വൈസ് ആണുള്ളത്. ഇംഗ്ലീഷും മലയാളം നിങ്ങൾ എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലും എന്നാ പഠിക്കുള്ളൂ? എക്സാമിൻ്റെ തലേദിവസമോ 2 ഡേയ്സ് മുന്നേക്കേ നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുള്ളൂ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ കോർ സബ്ജക്റ്റുകൾ പഠിക്കണ്ടേ? ഇത്രയും ചാപ്റ്റേഴ്സ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 10, 12, 11, ഒരു 10, 36, 32 ചാപ്റ്റേഴ്സ് കോർ സബ്ജക്റ്റുകളിലുണ്ട്. ഇവിടെ ഒരു 10 ചാപ്റ്റേഴ്സ്, 12 ചാപ്റ്റേഴ്സ് ഒക്കെ എങ്ങനെ നിങ്ങൾക്ക് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഒരു എത്രയും 46 ചാപ്റ്റേഴ്സായി. അത് കഴിഞ്ഞ് ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ 10-50 മേലെ ചാപ്റ്റേഴ്സും യൂണിറ്റ്സും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒരു ചാപ്റ്റർ ഒരു ദിവസം ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ പോലും നമുക്ക് ഈ ദിവസത്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തന്ന് പേടിപ്പിക്കാന്നല്ലാതെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ല. ഇപ്പം നിങ്ങളോട് പറയാണ് എല്ലാം ആര് വലിച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് എക്സാമിന് ഓറിയൻറ്റഡ് ആയ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഇപ്പം നമ്മളൊരു ചാപ്റ്റർ എടുക്കുകയാണ്, ഇപ്പം അക്കൗണ്ടൻസി ആയിക്കോട്ടെ, ബിസിനസ് സ്റ്റഡീസ് ആയിക്കോട്ടെ, ഏത് നിങ്ങൾ റിവിഷൻ നടത്തുകയാണ് എങ്കിലും
റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പാഠം എടുത്തു കഴിഞ്ഞാൽ അതിൽ അൺവാണ്ടഡ് തിങ്സ് ഒരുപാടുണ്ട്. മിസ്സറിനെ നോക്കിയാൽ മതി. നമുക്കിപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇപ്പോൾ നമ്മുടെ പാർട്ട്ണർഷിപ്പിൻ്റെ ഫസ്റ്റ് ബേസിക് കൺസെപ്റ്റിലെ ആ ചാപ്റ്ററിൽ ഈ പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞുള്ള പോർഷൻസ് അതൊന്നും നമുക്ക് പഠിക്കണ്ട. അങ്ങനെ നിങ്ങൾക്ക് ചില കുട്ടികൾക്ക് +1 ഡബിൾ പാസ് കിട്ടാത്തവരുണ്ടാവാം, അതുപോലെ പാസ്സാവാത്തവരുണ്ടാവാം, വിഷമിച്ചിരിക്കണം, അങ്ങനെ കുറേ കാറ്റഗറീസ് ഓഫ് സ്റ്റുഡൻസ് നമുക്കുണ്ട്. ചില കുട്ടികൾ A+ ആക്കാനായിട്ട്, ഫുൾ മാർക്ക് കിട്ടാനായിട്ട്. അപ്പോൾ പല കുട്ടികളും പല ലക്ഷ്യങ്ങളിലാണ് ഇരിക്കുന്നത് അല്ലേ. കുറേ പേര് മിസ് എനിക്ക് പാസ്സാവണം, കുറേ പേര് എനിക്ക് ഡബിൾ പാസ് കിട്ടിയാൽ മതി, കുറേ പേര് 80%, കുറേ കുട്ടികൾ A+, ഫുൾ മാർക്ക്. അപ്പോൾ പല സ്റ്റുഡൻസിനും പല രീതിയിലാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും ഒരേപോലെ ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് തിങ്സ് പഠിക്കുക എന്നുള്ളതാണ്. തിയറി ആണെങ്കിലും പ്രോബ്ലംസ് ആയെങ്കിലും ഓരോ ടൈം ഷെഡ്യൂൾ ചെയ്ത് ഡെയിലി 1 മണിക്കൂർ മാറ്റി വെക്കുന്ന കുട്ടികൾ വളരെയധികം കുറവാണ് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽസും ലാബും റെക്കോർഡ്സും അസൈൻമെൻറ്റ്സും എല്ലാം സബ്മിറ്റ് ചെയ്യണം. സ്കൂളും ഉണ്ട്. ഇനി ഏറിപ്പോയ ഒരു 20 days ഒക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂൾ കഴിയുകയാണ്, സ്കൂൾ ലൈഫും കഴിയുകയാണ് അല്ലേ. നമ്മൾ പിന്നെ ഫുൾ സ്റ്റഡീസിലേക്ക് പോവുകയാണ്. ഒപ്പം നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുന്ന് തന്ന് പഠിപ്പിക്കാൻ ഒരാൾ വേണ്ടേ. അപ്പം നമ്മുടെ എഡ്യൂവാലി 2.0 50 days ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്താണ് നമ്മൾ 50 days ശരിക്കും പറഞ്ഞാൽ 50 ദിവസമാണ് വിചാരിച്ചിരിക്കുന്നത്. അതായത് മാർച്ച് 1 വരെ എങ്ങനെയും നമുക്ക് എന്തുണ്ടായിരിക്കും, നമ്മുടെ ഈ ഒരു കോഴ്സ്, ഈ ഒരു ബാച്ച് കോഴ്സ് ഉണ്ടായിരിക്കും. മാർച്ച് 2 നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാണല്ലോ. അപ്പോൾ ആ ഒരു മാർച്ച് വരെ 50 days അതിന് കൂടുതലോ ആയിരിക്കും. ലൈവ് ക്ലാസ്സസ് ആണ് നമ്മൾ എടുത്ത് വരിക. മിസ് പറഞ്ഞ 50 days കുറിച്ച് അറിയാത്തവരാണ്. ലൈവ് ക്ലാസ്സസ് ആണ്, ഡെയിലി ഉണ്ടാവും. ഡെയിലി 1 or 1.5 hour ഉണ്ടാവുക. ഡെയിലി എല്ലാ സബ്ജക്റ്റും നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ സാറ്റർഡേ, സൺഡേസ്, ഹോളിഡേയ്സിലൊക്കെ നമുക്ക് 3 സബ്ജക്റ്റോളം നമുക്ക് കയറ്റാം. അല്ലാത്ത ദിവസം നിങ്ങൾ സ്കൂൾ വിട്ട് വന്നിട്ട് വേണ്ടേ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അത് ഒരു 1 hour ഉണ്ടാവുള്ളൂ. റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് പറ്റില്ല, എന്തെങ്കിലും ഇഷ്യൂസും പ്രോബ്ലംസും പോരാത്തതിന് നമുക്ക് പെരുന്നാളും പൂരങ്ങളും അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സസ് കണ്ടാലും മതി. നമ്മൾ എഴുതിയ നമ്മുടെ യൂട്യൂബിൽ ക്ലാസ്, ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ്സസ് എടുക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ 50 days ക്രാഷ് കോഴ്സ് എടുക്കുന്നത് ഉണ്ടാവുക. അതിൻ്റെ മിസ് ചെയ്ത് ഈ ഹാൻഡ് റിട്ടൺ PDF നോട്ട്സ് കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസേഴ്സ് നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്ത് തരും. അങ്ങനെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ വൈസ് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ നോക്കൂ കേട്ടോ. ഈ മാർച്ച് 1 ആകുമ്പോഴേക്കും നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് മോഡൽ എക്സാം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് എടുക്കുന്നതാണ് വിചാരിക്കുന്നത്. അതിന് സ്റ്റുഡൻസ് എല്ലാവരും നമുക്ക് അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതറിയാത്ത കുട്ടികൾ, അഡ്മിഷൻസിൻ്റെ കാര്യം അറിയാത്ത സ്റ്റുഡൻസിന് ഉണ്ട് വെച്ചെങ്കിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സ്റ്റഡി നോട്ട്സും മെറ്റീരിയൽസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പെർ സബ്ജക്റ്റ് 500 rupees ആണ് നമ്മുടെ പേയ്മെൻറ്റ്. ഇപ്പോൾ ഈ 500 rupeesൽ ഓരോ സബ്ജക്റ്റിനാണ്, അല്ലാതെ എല്ലാ സബ്ജക്റ്റും കൂടി 500 അല്ല. നമ്മൾ പ്രൊവൈഡ് ചെയ്ത സബ്ജക്റ്റുകൾ അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ബിസിനസ് സ്റ്റഡീസ്, മാത്സ്, ഇത് 5 എടുക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് 2000 കിട്ടുക. ഇനി എന്താ പറയുക, മൂന്നെണ്ണം മതിയെങ്കിൽ 1500 ആണ്. ഒരു സബ്ജക്റ്റ് മാത്രം എനിക്ക് മതിയെങ്കിൽ 500 ആയിരിക്കും. 2 സബ്ജക്റ്റ് ആണെങ്കിൽ 1000 ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഫീസ് സ്ട്രക്ചർ വരുന്നത്. 50 days ആണ്, നിങ്ങൾ മറക്കരുത്, മന്ത്ലി പേയ്മെൻ്റ് അല്ല, 50 days ആണ്. മാർച്ച് 1 വരെ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ജനുവരി മന്ത് കഴിഞ്ഞ് ഒരു ഫെബ്രുവരി 10th ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്ത് വേണം, നമുക്ക് മോഡൽ എക്സാം ആകുമ്പോഴേക്കും നമുക്ക് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞു തന്ന് എല്ലാം ചാപ്റ്റർ എടുത്ത് തീർക്കണമെന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫുൾ സ്റ്റഡീസ്, റിവിഷൻസ് ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ നമ്മൾ മാർക്ക് അടിസ്ഥാനത്തിലും, അതായത് 8 മാർക്കിൻ്റെ പ്രോബ്ലംസിന് ഒരു ദിവസം, 5 മാർക്കിൻ്റെ പ്രോബ്ലത്തിന് ഓരോ ക്ലാസ്, അങ്ങനെയൊക്കെ നമ്മൾ ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ ഇതെല്ലാം ഓക്കെയാണ്. മിസ്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, മിസ്സിന് ക്ലാസ്സിൽ അഡ്മിഷന് വേണ്ടി കോൺടാക്ട് ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ. പേയ്മെൻറ്റ് നടത്തിയ ശേഷം നിങ്ങൾ ഡയറക്റ്റ് ഗ്രൂപ്പിലേക്ക് എൻ്റർ ചെയ്യും. ആ ഗ്രൂപ്പിലാണ് പിന്നീട് നമ്മൾ ക്ലാസ് സ്ട്രക്ചർ തുടങ്ങുക. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ജനുവരി 10th ഉദ്ദേശിക്കുന്നത്. ഒരു ട്രയൽ ക്ലാസ് ഒക്കെ തുടങ്ങി ജനുവരി 10th. അഡ്മിഷൻസ് എല്ലാവരും കൂടുകയാണ് എങ്കിൽ നമ്മളൊരു 15th മാറ്റും. മേ ബി ഉറപ്പിച്ചിട്ടില്ല. നമുക്ക് അഡ്മിഷൻസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കും. കുറേ സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞിരിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ്, ചില സ്റ്റുഡൻസ് ഉണ്ട് ഈ ജനുവരി 15th ശേഷം ക്രാഷ് ബാച്ചിൽ വന്ന് ചേരും. അപ്പോൾ ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്താ, മുന്നത്തെ പ്രീവിയസ് റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ കിട്ടും. പക്ഷെ അത്രയും ടൈം അവരുടെ പോവാണ്. അപ്പോൾ നിങ്ങളൊരു 15ാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തുടക്കത്തിലേ നമ്മുടെ ക്രാഷ് ബാച്ചിൻ്റെ എല്ലാ സ്റ്റഡീസ് മെറ്റീരിയൽസും കിട്ടി നിങ്ങൾക്ക് അപ്പം പഠിച്ചു പോകാനായിട്ട് പറ്റും. ടൈം എന്ന് പറയുന്നത് നമുക്ക് അത്രയും വാല്യുബിൾ ആണ് നമ്മളെ സംബന്ധിച്ച്, +2 സ്റ്റുഡൻസിനെ സംബന്ധിച്ച്. ഓക്കെ, അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും നമ്മുടെ ക്രാഷ് ബാച്ച്
ബാച്ചിനെ പറ്റി അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി താല്പര്യമില്ല ക്രാഷ് ബാച്ച് ഓക്കെ അല്ലാത്ത സ്റ്റുഡൻസ് മിസ് പറഞ്ഞ പോലെ ചാപ്റ്റർ വൈസ് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഒരുപാട് എക്സാമുകളും അതുപോലെ തന്നെ എല്ലാം വരുന്നുണ്ട്. എല്ലാം നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. ഒരു 3 months കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആവാണ് അല്ലേ. അപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആവുന്നത് കൊണ്ട് തന്നെ ഇനിയുള്ള ഓരോ ദിവസവും നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ നയിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.